ഈ ക്ലീനിങ് എന്നുള്ള സംഭവം എനിക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ എപ്പോഴും ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല. മോസ്റ്റ് ഓഫ് ദി ടൈമും എനിക്ക് ക്ലീൻ ചെയ്യാൻ നല്ല മൂഡും കാണും, നല്ല ഇഷ്ടവും കാണും. ആ ആ ഒരു ഹൈയിലിരിക്കുന്ന സമയത്തായിരിക്കും ഓക്കെ ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങുന്നത്. എൻ്റെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് അറിയും, എൻ്റെ മാത്രമായിരിക്കില്ല, ചിലപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പലരുടെയും കുഴപ്പമായിരിക്കും അത്. ഈ വൃത്തിയാക്കുന്നതിന് മുന്നേ ഞാനൊരു മഹാവൃത്തികേടാണ് സംഭവം ഉണ്ടാക്കും. ലൈക്ക് ഇപ്പോൾ ടേബിളാണെങ്കിൽ ടേബിളിൻ്റെ ഫുള്ള് കുറച്ചുകൂടി ഒന്ന് മെസ്സാക്കും. റൂമാണെങ്കിൽ റൂം ഒന്നുകൂടി മിസ്സാക്കും. അപ്പം ഞാൻ വിചാരിക്കും ഓക്കെ അപ്പോൾ ഒന്നേന്ന് പറഞ്ഞ് എനിക്ക് വൃത്തിയാക്കാൻ പറ്റും, നീറ്റായിരിക്കും കാര്യങ്ങളൊക്കെ. അത് കാരണം അത് കഴിയുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ആ റൂം വൃത്തിയായി കിടക്കുന്ന കാണുമ്പോൾ. അത് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. പക്ഷേ ഈ വൃത്തികേടാക്കി കഴിയുമ്പോൾ എൻ്റെ മൂടങ്ങ് പോകും. അതായത് പിന്നെ എനിക്ക് വൃത്തിയാക്കാനുള്ള താല്പര്യം കാണില്ല. ആ സമയത്ത് ഞാൻ എന്നെ തന്നെ എന്താണ് കുറ്റപ്പെടുത്തുന്ന സമയമാണ് അത്. ലൈക്ക് ഞാൻ എന്തിനാണ് ഇങ്ങനെ വാരി വലിച്ചിട്ടത്, ഉള്ളത് ഒതുങ്ങിയിരുന്നത് പോലെ തന്നെ അവിടെ ഇരുന്നേനെ, അല്ലെങ്കിൽ ഒന്നുകൂടെ തൂത്ത് തുടച്ചാൽ പോരായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ വീട്ടിൽ ആരെങ്കിലും വഴക്ക് പറയുമോ എന്നുള്ളത് പേടിച്ച് കഷ്ടപ്പെട്ട് എനിക്കിഷ്ടമുള്ള ജോലി ഞാൻ പിന്നെ കഷ്ടപ്പെട്ട് ചെയ്യാൻ തുടങ്ങും. എന്തായാലും അങ്ങനത്തെ ഒരു ക്ലീനിങ് ആണ് കേട്ടോ ഇന്നിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന പോലെ തന്നെ ടേബിൾ ഞാൻ ഭയങ്കരമായിട്ട് മോശമാക്കിയിട്ടിട്ട് ഒന്നേന്ന് തുടങ്ങാമെന്ന് പറഞ്ഞ് ചെയ്തു തുടങ്ങിയതാണ്. പക്ഷേ ഒന്നും പറയേണ്ട, അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ഫുൾ ടയേർഡായി മീൻസ് നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ആ സമയം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മെൻ്റലി ഒരു എക്സോസ്റ്റഡ് ആവില്ലേ, ആ ഒരു സംഭവത്തിലേക്ക് ഞാൻ വന്നു. എന്തായാലും ഇതാണ്, ഇതൊക്കെ ഒന്നുകൂടെ പ്ലാൻ ചെയ്ത് ചെയ്യണമെന്ന് എനിക്ക് വീണ്ടും റിയലൈസേഷൻ ഉണ്ടായ മൊമെൻ്റാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, വീണ്ടും ഇങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ ചെയ്യാൻ പോണേ. എന്ത് തന്നെയായാലും ഇതാണ് ഫൈനൽ റിസൾട്ട്. അപ്പോൾ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ആരുടെങ്കിലും കയ്യിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ.